ഞങ്ങളപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് റോറോയിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നല്ല ബ്ലോക്കാണ് ഇവിടെ. അങ്ങനെ ഞാനും എൻ്റെ പിള്ളേർ ഗ്യാങ്ങും കൂടി നമ്മുടെ ആശാനെയും കൊണ്ട് റോറോയിൽ പോവുകയാണ്. ഒരു മനസ്സമ്മതമുണ്ട്, അവിടെയാണ് പോകുന്നത്. ആശാനെയും കൊണ്ട് മാത്രമല്ല, ഞാൻ എൻ്റെ കാർ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാറിനെ ഒന്ന് റോറോയിൽ കയറ്റാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വൈപ്പിൻ റോറോയിലെത്തി. ഇന്നലെ ചെറുതായിട്ട് ആലോചിച്ചപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടി ഓടിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈസി ആയിട്ട് കയറ്റാൻ പറ്റി. ഇത് ശരിക്കും ഒരു അനുഭൂതി തന്നെയാണ് നമ്മൾ ഈ ജങ്കാറിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇതാണെങ്കിൽ വലിയ കടലിൻ്റെ നടുക്കും കൂടിയാണല്ലോ, അപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് റോറോ ഒന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തെത്തി. ഞങ്ങളായിരുന്നു ഫസ്റ്റ് അവിടെ വന്നത്. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഞാനും എൻ്റെ കുട്ടികളും കൂടി അവിടെ കുറ്റി അടിച്ചിരുന്നു. അപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. എന്ന് ഞാൻ ഡയറ്റ് എടുക്കണം എന്ന് കരുതണോ അന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരും. പിന്നെ ഐസ്ക്രീം കണ്ടാൽ ഞാൻ വിടണ പ്രശ്നമേ ഇല്ല. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ട് വിഷ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി. വന്നത് റോറോനാണെങ്കിലും പോയത് ഞങ്ങൾ പാലം വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ പഴയ തോപ്പുംപടി പാലം കയറുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ പാലമൊക്കെ കയറി ഞങ്ങൾ നല്ല രീതിയിൽ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചങ്ങ് യാത്ര ചെയ്തു. വരുന്ന വഴിയാണെങ്കിൽ ഹാരപ്പനൊരാഗ്രഹം, നമുക്ക് ക്യൂൻസ് വേയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ ഞങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് കണ്ടെയ്നർ റോഡിൽ വന്ന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. പക്ഷെ അത് പോരാ, എനിക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കണം എന്നുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.